നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ സമരം അത് അതിശക്തമായി തുടരുകയാണ്. സർക്കാർ തലത്തിൽ പല ചർച്ചകൾക്കുമൊക്കെ കളമൊരുങ്ങിയെങ്കിലും ഡോക്ടർമാർ വഴങ്ങിയിട്ടില്ല. പക്ഷേ നാളെ കുറച്ചുകൂടി വിശാലമായ ഒരു ചർച്ചയിലേക്ക് സർക്കാർ കടക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട വിവരമുണ്ട്. മറ്റൊന്ന് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. തുടക്കം മുതൽ തന്നെ വലിയ വിവാദത്തിലാണ് കേരള സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചില തീരുമാനങ്ങൾ ഇന്ന് എടുത്തേക്കാം എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നാളെയാണ് നിർണായകമായ ഇന്ത്യ സിംബാബ്വെ 2020 മത്സരം. ഇന്ത്യക്ക് നിർണായകമാണ്. മറ്റു ടീമുകളുടെ വിജയം കൂടി കണക്ക് കൂട്ടിയാകും ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രവേശനവും മറ്റും. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തീർക്കാൻ നിർണായക നീക്കവുമായി സർക്കാർ. നാളെ വകുപ്പുകൾ തമ്മിൽ ചർച്ച. ഡോക്ടർമാരുടെ സമരം 10ാം ദിവസത്തിലേക്ക്. വിവാദചിത്രം കേരള സ്റ്റോറി 2 ഹൈക്കോടതി ഇന്ന് നേരിട്ടു കാണും. ചിത്രത്തിനെതിരായ പരാതി പരിശോധിക്കാൻ കോടതി. എറണാകുളം വൈറ്റിലയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ്. കൊലപാതക കാരണം പ്രതി ഷാജിയും കൊല്ലപ്പെട്ട സുധാ ബേബിയും തമ്മിലുള്ള തർക്കമെന്ന് മൊഴി. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതം. യുവതിയുടെ ആൺ സുഹൃത്തിനെയും കുടുംബത്തെയും ചോദ്യം ചെയ്യും. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിൽ. പ്രതിരോധം, സുരക്ഷാ മേഖലകളിൽ ധാരണാപത്രം ഒപ്പിടും. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനും മോദി. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം അത് വളരെ പ്രാധാന്യത്തോടെ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അവശ്യ സേവനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഡോക്ടർമാർ പിന്മാറിയ പശ്ചാത്തലമൊക്കെയുണ്ട്. ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിരുന്നുവെങ്കിൽ പോലും സർക്കാർ കാര്യമായി ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നാളെ നിർണായകമായ ഒരു നീക്കം സർക്കാർ നടത്തുകയാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ നാളെ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഉന്നതതല ചർച്ച സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ധനകാര്യമന്ത്രിയും ആരോഗ്യ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് വിവരം. ഡോക്ടർമാരുടെ 57 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതിലെ സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങൾ, ഈ തടസ്സങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നീക്കം. വകുപ്പുകൾ തമ്മിലുള്ള ആലോചനയ്ക്ക് ശേഷമായിരിക്കും KGMCTA പ്രതിനിധികളുമായി സർക്കാർ നടത്തുന്ന ഔദ്യോഗിക ചർച്ചയുടെ തീയതിയും സമയവും പ്രഖ്യാപിക്കുക. അതേസമയം KGMCTA നടത്തിവരുന്ന OP ബഹിഷ്കരണവും മറ്റ് സമരപരിപാടികളും തുടരുന്ന പശ്ചാത്തലം കൂടി ഉണ്ട്. വിവാദചിത്രം ദ കേരള സ്റ്റോറി അത് നമുക്കറിയാം. ഇടതുപക്ഷമടക്കം ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരള സ്റ്റോറി ബഹിഷ്കരിക്കണം അല്ലെങ്കിൽ കാണിക്കരുത് എന്ന തീരുമാനം അല്ലെങ്കിൽ നിലപാടിലേക്ക് സർക്കാർ അടക്കം എത്തിയ പശ്ചാത്തലമൊക്കെയുണ്ട്. നമുക്കറിയാം DYFIയും SFIയും മറ്റും ബി ഫസ്റ്റ് നടത്തിയാണ് കേരള സ്റ്റോറി വിവാദത്തെ പ്രതിരോധിക്കുന്നത്. ഇന്നിപ്പോൾ അതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഹൈക്കോടതി ചിത്രം കാണാൻ ഒരുങ്ങുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സിനിമയ്ക്ക് നൽകിയ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന ഹർജിയാണ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. സിനിമയ്ക്ക് കേരളത്തിൻ്റെ പേരാണ് എന്നതുകൊണ്ട് ഹർജിക്കാരുടെ ആശങ്കകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് ഇന്നലെ ഹർജികൾ പരിഗണിച്ച സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ടായിരുന്നു. സിനിമയുടെ ഉള്ളടക്കം എന്തെന്നറിയാൻ സിനിമ കാണാമെന്നും കോടതി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. കേരളം വർഗീയതയുടെയും മതപരിവർത്തനത്തിൻ്റെയും നാടായി ചിത്രീകരിക്കാനാണ് സിനിമ ശ്രമിക്കുന്നതെന്നാണ് ഹർജിക്കാരൻ്റെ പ്രധാന ആരോപണം. എറണാകുളം വൈറ്റിലയിൽ സ്ത്രീയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ സംഭവം ഇന്നലെ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഇതിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. പൊന്നുരുന്നി സ്വദേശി ഷാജിയുടെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട സുധാ ബേബിയും മുൻ ഹൈക്കോടതി ജീവനക്കാരനായ ഷാജിയും സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ബന്ധത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ഇപ്പോൾ ഷാജി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. നവമി വിവരങ്ങളുമായി ചേരും. നവമി, ഇതിൻ്റെ ഒരു കൃത്യമായ കാരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ നിയമപരമായ നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റു ദുരൂഹതകളൊന്നും സംശയിക്കുന്നില്ല തൽക്കാലം, അല്ലേ?
രഞ്ജിത്ത്, ഇതിൽ മറ്റ് ദുരൂഹതകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ പ്രതി ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനാണ്. മരിച്ച സുധാ ബേബിയുടെ അമ്മയും ഹൈക്കോടതിയിലെ ജീവനക്കാരിയായിരുന്നു. സുധാ ബേബിയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗത്തെ തുടർന്നാണ് കൊച്ചിയിലേക്ക് പിന്നെ അവർ താമസം മാറുകയും ഈ സുധാ ബേബിയുടെ അമ്മയും ഈ ഷാജിയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദമാണ് പിന്നീട് സുധാ ബേബിയും ഈ പ്രതി ഷാജിയുമായി ഉണ്ടായത്. പിന്നീട് അവരുടെ സൗഹൃദം മറ്റൊരു തരത്തിലേക്ക് പോവുകയും ഷാജി വിവാഹിതനും കുട്ടികളുമുണ്ട്. സുധാ ബേബി വിവാഹമോചിതയായി നിൽക്കുന്നൊരു സ്ത്രീയാണ്. അത്തരത്തിൽ ഇവരുടെ ബന്ധം വഷളാവുകയും പിന്നീട് ഇവരുടെ ബന്ധത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് സുധാ ബേബിയെ കൊലപ്പെടുത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു ഷാജി പറഞ്ഞത്. ഇതിന് ഇന്നലെ തന്നെ പോലീസ് CCTV അടക്കം ശേഖരിച്ചിരുന്നു. ആ റെയിൽവേ ട്രാക്കിലേക്ക് ഇരുവരും ഷാജിയുടെ കാറിൽ വന്നിറങ്ങുന്നതും തിരിച്ച് ഷാജി മാത്രം കാറിലേക്ക് കയറുന്ന സമയത്ത് ഷാജിയുടെ ഷർട്ടിൽ രക്തക്കറ ഉണ്ടാകുന്നതുമൊക്കെ CCTVയിൽ പോലീസ് കൃത്യമായി തന്നെ കണ്ടെത്തി. ഇത് തന്നെയാണ് ഷാജിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. അതോടൊപ്പം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഷാജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും തെളിവെടുപ്പിനായി ഷാജിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുവരും. ഇന്നലെ പുലർച്ചെയായിരുന്നു റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നും ഈ യുവതിയുടെ മൃതദേഹം ആദ്യം ലോക്കോ പൈലറ്റ് ആയിരുന്നു കണ്ടത്. പിന്നീട് അത് വൈകിട്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിന് തന്നെ ആദ്യം പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് തോന്നുകയും ചെയ്തു. ഷാജി ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൃതദേഹം റെയിൽവേ ട്രാക്കിലേക്ക് ഇട്ടിരുന്നത്. പക്ഷെ അത് ട്രെയിൻ വരാത്ത ട്രാക്ക് ആയതിനാലാണ് ഷാജിയുടെ ആ തന്ത്രങ്ങളെല്ലാം പാളുകയും പോലീസിന് കൃത്യമായി തന്നെ ഷാജിയിലേക്ക് എത്താനും സഹായിച്ചത്. ഇന്ന് സംഭവ സ്ഥലത്ത് റെയിൽവേ വൈറ്റില് മേൽപ്പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സ്ഥലത്തെത്തി ഇവരുടെ തെളിവെടുപ്പ് നടത്തും. ഷാജിയുടെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. താൻ ഒറ്റയ്ക്കാണ് സുധാ ബേബിയെ കൊലപ്പെടുത്തിയത്. അത് തങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തില് ചില പ്രശ്നങ്ങൾ ഉണ്ടായി, അതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്ന് കൂടി ഷാജി പറയുന്ന സാഹചര്യമാണ്. രഞ്ജിത്ത്, ഏതായാലും പോലീസ് തെളിവെടുപ്പടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കൊച്ചിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. കൃത്യമായി പോലീസ് പ്രതിയിലേക്ക് എത്തുകയും മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുകയും മറ്റുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്ന് ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തെളിവെടുപ്പടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. കാസർഗോട്ടേക്ക് പോയാൽ അവിടെ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെ യുവതി ജീവനൊടുക്കിയ ഒരു സംഭവം അതേറെ ചർച്ചയായിരുന്നു. ഈ സംഭവത്തിൽ ആൺ സുഹൃത്തിനെയും കുടുംബത്തെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. യുവതി സ്വർണം മോഷ്ടിച്ചുവെന്ന് ആൺ സുഹൃത്തിൻ്റെ കുടുംബമാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത്. വിഷയത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. KV ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. യുവതിക്കെതിരെ പരാതി കൊടുക്കുന്നു, യുവതി തൻ്റെ കുറ്റം നിഷേധിക്കുന്നു. പക്ഷേ വീണ്ടും ഇവരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഭർത്തൃ വീട്ടുകാരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. അതിനുശേഷമാണ് യുവതി ആത്മഹത്യയിലേക്ക് പോയത്. മറ്റു വിവരങ്ങൾ എന്താണ്? പോലീസ് മറ്റെന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇത് ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം പ്രധാനമായും ഈ യുവതി ആരോപിച്ചത് ഈ കുറ്റം, മോഷണ കുറ്റം തന്റെ പേരിൽ ഇത്തരത്തിൽ ചുമത്തി എന്നതാണ്. അതിൽ ഈ കുറ്റം ആരോപിച്ച ഈ ആൺ സുഹൃത്തിന്റെ കുടുംബത്തെ ഇന്ന് ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ 5 ദിവസമായിരിക്കുന്നു യുവതി ഇത്തരത്തിൽ ജീവൻ ഒടുക്കിയിട്ട്. ഇതുവരെ ഈ കേസിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമായിരിക്കും. അതായത് ഈ ആൺ സുഹൃത്തിനെയും ചോദ്യം ചെയ്യും, ഒപ്പം ഇയാളുടെ മാതാപിതാക്കളെയും. ഇവരാണ് ആദൂർ പോലീസിൽ യുവതി ഇത്തരത്തിൽ സ്വർണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കേസ് നൽകിയിരുന്നത്. പക്ഷേ പോലീസ് ഈ യുവതിയെ നിരന്തരം ചോദ്യം ചെയ്തിട്ടും അതിൽ ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കാതെ ആ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും അതുകൊണ്ട് തന്നെ
ഇവരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അമീർ എന്ന് പറയുന്ന ഈ ഭർത്താവിനെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം 30ഓളം പേരെ, അതായത് യുവതിയെ അവസാനമായി ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായതിനു ശേഷം ഇതിൽ തുടർ നടപടികൾ, ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഇതിനിടയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ആദൂർ പോലീസ് സ്റ്റേഷനിൽ യുവതിക്ക് നേരിട്ട ദുരനുഭവം, ഈ ദൃശ്യം അടിസ്ഥാനത്തിലാണ്, ഈ അവസാനമായി ചിത്രീകരിച്ച ദൃശ്യം അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ആ സംഭവത്തിൽ പോലീസ്, അതായത് ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഏറ്റവും നിർണായകമാവുക. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണിത്. അത്രത്തോളം ഉള്ളുലയ്ക്കുന്ന ഒരു ദൃശ്യം, അത് ചിത്രീകരിച്ചതിന് ശേഷമാണ് ഇവർ ജീവനൊടുക്കിയത്. 2 ചെറിയ കുട്ടികളുടെ മാതാവാണ് ചെയ്യാത്ത കുറ്റം തന്റെ മേൽ ആരോപിച്ചു. തനിക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, തന്റെ മക്കളെങ്ങനെ ജീവിക്കുമെന്നൊക്കെ വിവരിച്ചുകൊണ്ട് വലിയ തോതിൽ 5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷമാണ് ഇവർ ജീവനൊടുക്കിയത്. എന്തായാലും ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. മാതാവും സഹോദരനുമാണ് ഇത് സംബന്ധിച്ച് പരാതി വിദ്യാനഗർ പോലീസിൽ നൽകിയിരുന്നത്. ഈ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ അതിനുശേഷം ഇനി ഇതിൽ വകുപ്പുകൾ, ഏത് രീതിയിൽ വകുപ്പുകൾ ചുമത്തണം, ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന കാര്യത്തിൽ ഒരു ഇതുണ്ടാവും. അതുകൂടാതെ ഇങ്ങനെ ഒരു പരാതി, ഈ സ്വർണം മോഷ്ടിച്ചു എന്ന പരാതി, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ സ്വർണം ആരാണ് മോഷ്ടിച്ചത്, മറ്റാരാണ് മോഷ്ടിച്ചത്, ഇത് കണ്ടെത്തേണ്ടതുണ്ട്. അതും ഇന്നത്തെ ചോദ്യം ചെയ്യൽ പോലീസിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ യുവതിയുടെ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോട് പറയുന്നുണ്ടോ? ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം, ഇവരെ ഈ കുറ്റക്കാരാക്കിയതിന് പിന്നിൽ? ഇതിന് ശേഷം ഈ പെൺകുട്ടി പല കാര്യങ്ങളും പറഞ്ഞിരുന്നല്ലോ, താനല്ല പ്രതി, താൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നൊന്നും. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ തുടർന്നാണ് ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോവുകയും മറ്റു ചെയ്തത്. മാനസികമായും ഇവർ വല്ലാത്ത പീഡനം അനുഭവിച്ചിരുന്നല്ലോ. തീർച്ചയായും ഇതിൽ എഫ്ഐആറിൽ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് രഞ്ജിത്തെ. അപമാനവും അതുപോലെ തന്നെ അപവാദ പ്രചരണങ്ങളും കാരണമാണ് യുവതി ജീവനൊടുക്കാൻ ഇടയായത്. ആ മനോവിഷമത്തിലാണ് ജീവനൊടുക്കാൻ ഇടയായതെന്ന് എഫ്ഐആറിൽ തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് കുടുംബം പരാതിയിലും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം യുവതിക്ക് നേരെ, തന്റെ മകൾക്ക് നേരെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അത് കണ്ടെത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. അതുകൂടാതെ ആദൂർ പോലീസിൽ ഇത് സംബന്ധിച്ച് തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ട് ഇവർ പരാതി നൽകിയപ്പോൾ അവിടെ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആദൂർ പോലീസിനെതിരെയും ഇവരുടെ പരാതിയിൽ ഉണ്ട്. അവരുടെ അത് സംബന്ധിച്ച് അവിടുന്ന് നേരിട്ട ദുരനുഭവം, എന്തുകൊണ്ട് പരാതി സ്വീകരിച്ചില്ല, അത്തരം കാര്യങ്ങൾ കൂടി കണ്ടെത്തണമെന്ന് ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ വിഷയം അന്വേഷിക്കണം. അവർ ഒരാഴ്ചക്കകം ജില്ലാ പോലീസ് മേധാവി ഈ റിപ്പോർട്ട് ഇവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കൈമാറണം. അടുത്ത മാർച്ചിലുള്ള സിറ്റിംഗിൽ ഇത് പരിഗണിക്കുമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ആദൂർ പോലീസിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനം, യുവതിക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കിയത്, യുവതിക്കെതിരെ വലിയ തോതിൽ ഈ മോഷണ കുറ്റം ആരംഭിച്ചത് കൂടാതെ ആൺസുഹൃത്തിനെയും ചേർത്ത് അപവാദ പ്രചരണങ്ങൾ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. വ്യാപകമായ തരത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതും യുവതിയെ മനോവിഷമത്തിലാക്കിയെന്ന് എഫ്ഐആറിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതിന് പിന്നിൽ ആര്, ഈ സ്വർണം യുവതി മോഷ്ടിച്ചു എന്ന വ്യാജ ആരോപണം, അത്തരത്തിലൊരു പരാതി നൽകാൻ സാഹചര്യം എന്താണ്, അതല്ലെങ്കിൽ ഈ സ്വർണം മറ്റാരാണ് മോഷ്ടിച്ചത്, ഇവരുടെ വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്, ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഏറ്റവും പ്രധാനം ഈ ആൺസുഹൃത്തും ഒപ്പം അവരുടെ കുടുംബത്തെയും ചോദ്യം ചെയ്യൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്ന അറിയിച്ചിരുന്നു, പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വിദ്യാനഗർ പോലീസ് SHO ഷൈൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരാണ്, സംഘവുമാണ് ഇത് അന്വേഷിക്കുന്നത്. ഇദ്ദേഹമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക. ഒപ്പം ഈ ഭർത്താവ് അമീറിനെയും ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറ്റവും നിർണായകമാണ് ഈ കേസിൽ ഇന്ന്. ഈ കാര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഇനി തുടർ നടപടികൾ, അതായത് ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ കുറ്റം ഇതിൽ ചുമത്തണം എന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത്. തന്റെ മകളെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച് അവർ ജീവനൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെ ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരു ആവശ്യം തന്നെയാണ് കുടുംബം ഉന്നയിച്ചത്. ആ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും ഇന്നുണ്ടാകും. ശരി, ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ വടവകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഓവർസിയർ വിജിലൻസിന്റെ പിടിയിലായി.
കാസർഗോഡ് സ്വദേശിയും കാക്കനാട് തെങ്ങോടിൽ താമസക്കാരനുമായ ടി ദീപേഷ് കുമാറാണ് പിടിയിലായത്. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ കരിമുകളിൽ നിർമ്മാണം പൂർത്തിയായ 55,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഗോഡൌണിന് പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാണ് ഓവർസിയർ 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയത്. ചൊവ്വാഴ്ച രാത്രി 8:30 കാക്കനാട് കളക്ടറേറ്റിന് സമീപത്തേക്ക് പരാതിക്കാരനെ വിളിച്ചു വരുത്തി സ്വന്തം കാറിൽ വെച്ച് പണം കൈപ്പറ്റുകയായിരുന്നു. 5 ലക്ഷം രൂപ പണമായും 10 ലക്ഷം രൂപയുടെ ചെക്കുമാണ് പരാതിക്കാരൻ ഓവർസിയർക്ക് കൈക്കൂലിയായി നൽകിയത്. പരാതിക്കാരനെ പിന്തുടർന്നെത്തിയ വിജിലൻസ് സംഘം പണം വാങ്ങിയ ഉടൻ ഓവർസിയറെ പിടികൂടി. കൈകൾ രാസലായനിയിൽ മുക്കി തെളിവ് ശേഖരിച്ചു. കൈക്കൂലിയായി വാങ്ങിയ പണവും ചെക്കും കാറിൽ നിന്ന് കണ്ടെടുത്തു. നോട്ടുകെട്ടുകളും രാസലായനിയിൽ മുക്കി തെളിവ് ശേഖരിച്ചു. ഇയാൾ വടവുകോട് പഞ്ചായത്തിൽ ജോലിക്കെത്തിയത് 1 മാസം മുൻപ് മാത്രമാണ്. വിജിലൻസ് ഡിവൈഎസ്പി TM വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിലെത്തും. പ്രതിരോധം, സുരക്ഷ, AI സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ധാരണാപത്രം ഇരു രാജ്യങ്ങളും ഒപ്പിടും. ഇസ്രായേൽ പാർലമെന്റിൽ മോദി സംസാരിക്കും. അമേരിക്ക ഇറാൻ യുദ്ധഭീതി നിലനിൽക്കുമ്പോഴാണ് മോദിയുടെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. ആഗോള തീരുവ 15% ഉയർത്താൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്ന് ട്രംപ് ഭരണകൂടം. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജൻസി പുതിയ 10% ആഗോള താരിഫ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം. 15% താരിഫ് നിരക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ ട്രംപ് മാറിയിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാനുമായുള്ള ഭിന്നത തുടരുന്നതിനിടെ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും താവളങ്ങളിലേക്ക് US 150-ലധികം സൈനിക വിമാനങ്ങൾ വിന്യസിച്ചു. 2 പതിറ്റാണ്ടിലേറെയായി മേഖലയിലെ ഏറ്റവും വലിയ US സേനാ നീക്കങ്ങളിലൊന്നാണിത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലുള്ള നീക്കം അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ലഭ്യമായ ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് രാജ്യം വിടാൻ പൗരന്മാരോട് ഇന്ത്യ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടു. ഇൻഫ്ലുവൻസർ സച്ചിൻ അവസ്ഥി അറസ്റ്റിലായതിനെ തുടർന്ന് ദക്ഷിണ കൊറിയയിലെ ജെജു ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. ഇന്ത്യൻ യാത്രക്കാർ നേരിടുന്ന അസൗകര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തുടർച്ചയായി ലഭിക്കുന്നതായി ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. ജെജു ദ്വീപിലെ വിസ ഇളവുകൾ ഹ്രസ്വകാല ടൂറിസത്തിന് മാത്രമാണെന്നും ഇമിഗ്രേഷൻ അധികാരികളാണ് രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത് എന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ച് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്തയായിരുന്ന VK ശശികല രാമനാഥപുരത്ത് നടന്ന പൊതുയോഗത്തിൽ പാർട്ടിയുടെ പതാക ശശികല അനാച്ഛാദനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശികലയ്ക്ക് മത്സരിക്കാനാവില്ലെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നും ശശികല പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. രാകേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, ശശികലയുടെ നീക്കം അത് AIDMKയ്ക്ക് തിരിച്ചടിയാണ്, സംശയമില്ല. അവരൊരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ അംഗം കൂടിയാണ്. ആ സമുദായത്തിലെ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു പോയേക്കാം. എന്താണ് വിവരങ്ങൾ? എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ശശികല പറയുന്നത്? രഞ്ജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പുതിയ സഖ്യങ്ങൾ തമിഴ്നാട്ടിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി ഇപ്പോൾ VK ശശികല രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 30 വർഷക്കാലം മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കൊപ്പം നിഴൽ പോലെ ഉണ്ടായിരുന്ന ആളാണ് ശശികല. മാത്രവുമല്ല, ഇന്നലെ ജയലളിതയുടെ 78ാം പിറന്നാളായിരുന്നു. ആ ദിനത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം ശശികല നടത്തിയിരിക്കുന്നത്. ഇന്നലെ രാമനാഥപുരത്തായിരുന്നു ചടങ്ങ്. രാമനാഥപുരം പൊതുവെ അത് തേവർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ്. കാരണം തേവർ സമുദായാംഗമാണ് ശശികല. ശശികലയ്ക്ക് അത്തരത്തിൽ നേരത്തെ ജയലളിത കാലത്ത് രാഷ്ട്രീയത്തിൽ വലിയ ഒരു തേവർ സമുദായത്തിൻ്റെ മുഖമായെന്ന് ശശികലയെ കണ്ടിരുന്നില്ലെങ്കിൽ പോലും ആ സമുദായത്തെ ADMKയ്ക്കൊപ്പം ജയലളിതയ്ക്കൊപ്പം നിർത്തുന്നതിൽ ശശികല എന്ന നേതാവിൻ്റെ സമുദായം അത് വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇന്നലെ ആ ദിനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നുവെന്ന് ശശികല പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പേരെന്താണ് പാർട്ടിയുടെ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അതിൻ്റെ പതാക അവർ അനാച്ഛാദനം ചെയ്തു. ചുവപ്പും വെള്ളയും കറുപ്പും നിറത്തിലുള്ള പതാക, അതിൽ
3 നേതാക്കളുടെ ചിത്രങ്ങളുണ്ട്. ഒന്ന് DMK സ്ഥാപകനായ CN അണ്ണാദുരൈയുടെയും മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ചിത്രം അതിനകത്തുണ്ട്. മറ്റൊന്ന് ADMK സ്ഥാപകനായ MGR, പിന്നീട് ജയലളിത. ഈ 3 നേതാക്കളുടെ ചിത്രങ്ങളാണ് ആ പതാകയിലുള്ളത്. ഒപ്പം കടുത്ത വിമർശനം എടപ്പാടി പളനിസ്വാമിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അതായത് താൻ ജയിലിലാകുമ്പോൾ പോലും തനിക്കെതിരെ നിരന്തരം വേട്ടയാടാനുള്ള ശ്രമം എടപ്പാടിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ശശികല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശശികല എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. കാരണം 2017 ജയലളിത മരണം 2016 മരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ആ പാർട്ടിയുടെ നിയന്ത്രണം ശശികലയുടെ കൈവശമായിരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടുപോയില്ല. 2017 അവർക്ക് ജയിലിൽ പോകേണ്ടി വന്നു. തുടർന്ന് 2021 ഇതേപോലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ശശികല ജയിൽ മോചിതയാകുന്നത്. പക്ഷേ അന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് വീണ്ടും രാഷ്ട്രീയത്തിൽ വരും, തമിഴ്നാട്ടിൽ അതൊക്കെ വലിയ ചർച്ചയായിരുന്നു. അന്ന് പക്ഷേ ശശികല പ്രഖ്യാപിച്ച് താൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊരു പ്രഖ്യാപനം ശശികല നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന പ്രഖ്യാപനവുമായി ശശികല വരികയാണ്. തീർച്ചയായും എന്താണ് ശശികല ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാണ്. തീർച്ചയായും DMK അവരുടെ രാഷ്ട്രീയമായ എതിരാളിയാണ്, അവരുമായി കൈകോർക്കാൻ ഇടയില്ല. പക്ഷേ എടപ്പാടി പളനിസ്വാമിക്കെതിരെയാണ് ഏറ്റവും വലിയ വിമർശനം. അതുകൊണ്ട് തന്നെ ശശികല ആരുടെ വോട്ടുകൾ പിളർത്തും അല്ലെങ്കിൽ വലിയ സ്വാധീന ശക്തിയാകുമൊക്കെ തന്നെ അടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും TTV ദിനകരൻ അവരുടെ ബന്ധുവാണ്. നേരത്തെ അമ്മ മക്കൾ കക്ഷി എന്ന് പറയുന്ന AMK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചതാണ്. പക്ഷേ ദിനകരനുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ശശികലയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി ശശികല വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2027 വരെ ശശികലയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല. കാരണം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ അതിൻ്റെ കാലയളവ് 2027 വരെയാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. ഒപ്പം പുതിയ പാർട്ടിയുടെ പേര് എന്തുകൂടി ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ശശികല കൂടി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുമ്പോൾ, പുതിയ പാർട്ടിയുമായി വരുമ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ അത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ NDAയുടെ ഭാഗമാകാൻ തന്നെയായിരിക്കും ശശികലയുടെ നീക്കം, പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷേ അതിന് എടപ്പാടി പളനിസ്വാമി അനുമതി നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം O പനീർശെൽവം ഇപ്പോഴും NDAയുടെ ഭാഗമാകാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് തടസ്സം നിൽക്കുന്നത് എടപ്പാടിയാണ്. അപ്പോൾ ശശികലയുടെ കാര്യത്തിൽ എന്തായിരിക്കും NDAയുടെ സമീപനം, അതല്ല ശശികല എന്താണ് ലക്ഷ്യമിടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതാണ് തമിഴ്നാട്ടിൽ നിരവധി രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് രൂപം ഉണ്ടാകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പാർട്ടികളും DMKയുമായി അടുക്കുന്നു, ചിലർ പാർട്ടികൾ രൂപീകരിക്കുന്നു, വിജയിയുടെ പാർട്ടി അവിടെ അത് ശക്തമായി നിൽക്കുന്നു. അങ്ങനെ എന്താണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുക വരും ദിവസങ്ങളിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതിനിടയിലാണ് ശശികല ജയലളിതയുടെ തോഴിയുടെ പുതിയ രാഷ്ട്രീയ പ്രവേശം. രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകളിലേക്ക്. കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നതായി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ. ഈശ്വരവിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. BJPയുമായി ചർച്ച നടത്തിയതിൻ്റെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുറത്തുവിടുമെന്നും വൈക്കൽ സോമൻ പറഞ്ഞു. അല്ല, ഇതൊരു ഒഴുക്കാണ്. BJPയിലേക്ക് ഐഷ പോറ്റി, ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി BJPയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം. ഇലക്ഷൻ സമയമാവട്ടെ. ഈശ്വര വിശ്വാസിയായിരുന്നിട്ടുള്ള ഐഷ പോറ്റി, ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഐഷ വക്കീൽ പറഞ്ഞതിലൂടെ. എൻ്റെ അച്ഛൻ ഐഷ എന്നായിട്ട് എനിക്ക് പോറ്റി എന്നുള്ള പേര് തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേരിടിയിൽ കർമ്മം വരെ നിർവഹിക്കുന്ന വർഗീയമായി ജാതീയമായിട്ടുള്ള ചേരുതിരിവിന് വേണ്ടി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. BJPയായിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ കുറിച്ചുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. ഇതുപോലെ നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്. വിനീഷ് കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരും. വിനീഷ്, ഇതിപ്പോൾ ഐഷ പോറ്റി
CPM വിട്ട് കോൺഗ്രസിന്റെ ഭാഗമാകുന്നു, കൊട്ടാരക്കരയിൽ മത്സരിക്കും എന്ന് മനസ്സിലാകുന്നു. ഇതിനിടയിൽ നേരത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രശ്മി BJPയുടെ ഭാഗമാകുന്നു, അവരായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണോ ഈ ഒരു വിവാദത്തിലേക്ക് വീണ്ടും BJP മറ്റൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്? തീർച്ചയായും ഇത് മുൻ MLA പി ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നതും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മുന്നംഗം രശ്മി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയതോടെ ഈ സംഭവങ്ങളെല്ലാം തന്നെ കൊട്ടാരക്കരയിൽ വലിയ ഒരു രാഷ്ട്രീയ കലങ്ങി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഈ BJPയുടെ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമന്റെ ഒരു പരാമർശമാണ് നമ്മളിപ്പോ കണ്ടത്. ഇത് കൊട്ടാരക്കര MLA ഐഷ പോറ്റി BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നായിരുന്നു പ്രധാനമായും ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസിയായിരുന്ന ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയത് CPM പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കുറ്റപ്പെടുത്തലുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഐഷ പോറ്റി പറഞ്ഞത് ജാതീയമായ വേർതിരിവിനെല്ലാം കാരണമായിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് ഈ വൈക്കൽ സോമൻ പറഞ്ഞത്. അതുപോലെ തന്നെ BJPയുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് പറയുന്നു. അത് തിരുവനന്തപുരത്ത് ഷാൾ അണിയിച്ച് ചർച്ച നടത്തി BJPയിലേക്ക് സ്വീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്ഷമുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ കടുക്കുന്ന സാഹചര്യത്തിൽ ഈ തെളിവുകളെല്ലാം തങ്ങൾ പുറത്തുവിടും എന്നതടക്കമാണ് മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ദിവസം വൈക്കൽ സോമൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം എന്നൊരു അക്കിയതുപോലെയായിരുന്നു വൈക്കൽ സോമന്റെ പരാമർശം. ഏതായാലും ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ, ചർച്ച നടത്തുന്ന ഫോട്ടോകളടക്കം പുറത്തുവിടുമെന്നാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം CPMനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അല്ല, ഇതൊരു ഒഴുക്കാണ്. BJPയിലേക്ക് ഐഷ പോറ്റി, ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി BJPയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം. ഇലക്ഷൻ സമയമാവട്ടെ. ഈശ്വര വിശ്വാസിയായിരുന്നിട്ടുള്ള ഐഷ പോറ്റി, ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഐഷ വക്കീൽ പറഞ്ഞത്. ഇവിടെ എൻ്റെ അച്ഛൻ ഐഷ എന്നായിട്ട് എനിക്ക് പോറ്റി എന്നുള്ള പേര് തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേരിടിയിൽ കർമ്മം വരെ നിർവഹിക്കുന്നത് വർഗീയമായി ജാതീയമായിട്ടുള്ള ചേരുതിരിവിന് വേണ്ടി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. BJPയായിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ കുറിച്ചുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. എന്തുവല്ല നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്. BJPയുടെ ജില്ലാധ്യക്ഷൻ കൂടിയായ വൈക്കൽ സോമന്റെ വാക്കുകളാണ് കേട്ടത്. ഐഷ പോറ്റി ചില ചർച്ചകൾ BJPയുമായി നടത്തിയെന്ന ആരോപണമാണ് വൈക്കൽ സോമൻ മുന്നോട്ട് വച്ചത്. മറ്റൊരു വാർത്ത, തിരുവനന്തപുരം ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 സിറ്റിംഗ് MLAമാരെ മത്സരിപ്പിക്കാൻ CPM ധാരണ. വർക്കല MLA കൂടിയായ ജില്ലാ സെക്രട്ടറി വി ജോയ് വീണ്ടും മത്സരിക്കണമോ എന്ന കാര്യത്തിൽ പാർട്ടിയിൽ 2 അഭിപ്രായമുണ്ട്. MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മത്സരിച്ച 10 സീറ്റുകളിലും CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് കഴിഞ്ഞ ജയിച്ച തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു അയോഗ്യനായ സാഹചര്യത്തിലാണ് ഇത്. ജനതാദൾ മത്സരിച്ച കോവളം സീറ്റും ഏറ്റെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ് എന്നറിയുന്നു. ഇക്കാര്യത്തിലും ഒരുപക്ഷേ തീരുമാനത്തിലേക്ക് എത്തിയേക്കും. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്ന കാര്യം പ്രതിപക്ഷത്തോട് ആലോചിച്ചാണ് ചെയ്തതെന്ന് ആവർത്തിച്ച മന്ത്രി MB രാജേഷ്. പ്രതിപക്ഷം അവരുടെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. ഒഫീഷ്യലായി നടന്ന കമ്മ്യൂണിക്കേഷനാണ്. അത് തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത് VD സതീശനാണ്. പ്രതിപക്ഷത്തിനും യോജിപ്പായതുകൊണ്ടാണ് സഭ നടക്കുന്ന സമയമായിട്ട് പോലും അതിനെ എതിർക്കാതിരുന്നതെന്നും MB രാജേഷ് പറഞ്ഞു. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലാണ് MB രാജേഷ് ഇക്കാര്യം ആവർത്തിച്ചത്. എന്തായാലും ബാറുകളുടെ സമയം ദീർഘിപ്പിക്കുന്ന കാര്യം പ്രതിപക്ഷത്തോടുകൂടി ആലോചിച്ചു എന്ന് മിനിസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിന്നീട് VD സതീശൻ പറഞ്ഞു ഫോണിൽ പോലും ഒരു സംസാരവും നടന്നിട്ടില്ലായിരുന്നു. എന്തിനായിരുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ?
ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. പ്രതിപക്ഷത്തോട് വേറൊരു ചോദ്യം കൂടി എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അതിനുള്ള ഉത്തരം കേട്ടിരുന്നു. അങ്ങനെ ഒരു ഉത്തരം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് മിനിസ്റ്റർ അപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഉത്തരം കേട്ടിരുന്നു. സെലക്റ്റീവായിട്ടാണ് കേൾക്കുന്നത്, അതാണ് പ്രശ്നം. അതിനുള്ള ഉത്തരം ഞങ്ങളൊന്ന് പഠിച്ചിട്ട് പറയാം. നിയമസഭ തീർന്നു, പഠിച്ചില്ല അതുവരെ. ആ കോൺഫിഡൻസ് ആണോ? ആ കോൺഫിഡൻസ് കൊണ്ടാണ്. ഒന്ന്, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയല്ലേ ചെയ്തത്, അവരവരുടെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കും. ഞാൻ പറഞ്ഞിരുന്നു, അതും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ സർക്കാർ ഇക്കാര്യത്തിൽ ഇത് വർഷങ്ങളായിട്ടുള്ള ആവശ്യം, അവരുടെ കാലത്തുള്ള ആവശ്യമാണ്, ഞങ്ങളുള്ളപ്പോഴുള്ള ആവശ്യം. ഞങ്ങളോട് ഒട്ടേറെ പേർ ചോദിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് സംരംഭകയും IT ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ടൂറിസം, ഈ മേഖലകളിലൊക്കെ ഉള്ള ആളുകൾ ചോദിക്കുന്നത്, ഈ കാലം മാറിയത്, ലോകം മാറുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലൊരു മാറ്റം വരുത്താത്തത് എന്നാണ് ചോദിക്കുന്നത്. ആ മാറ്റം വരുത്താൻ മടിച്ചത് എന്തുകൊണ്ടാണ്? ഇതൊരു വിവാദം ഉണ്ടാക്കിയിട്ട് വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു വിവാദമില്ല, ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പാണ് എന്ന് വന്നപ്പോഴാണ്. ഒഫീഷ്യലായിട്ട് നടന്ന കമ്മ്യൂണിക്കേഷൻ ആണോ അത്? തീർച്ചയായിട്ടും. പിന്നെന്താണ് പ്രതിപക്ഷ നേതാവ് തള്ളി പറയുന്നത്? അത് അദ്ദേഹമാണ് മറുപടി വരേണ്ടത്. അദ്ദേഹമാണ് മറുപടി വരേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഒരു ഫോണിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം അത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, വെറുതെ പറയുന്നുണ്ട് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ പ്രതിപക്ഷം ശക്തമായിട്ട് എതിർക്കാമായിരുന്നില്ലേ? എതിർക്കാമായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് നടക്കുമ്പോഴാണല്ലോ അല്ലെ, അസംബ്ലി നടക്കുമ്പോഴാണല്ലോ. ഇതിനേക്കാൾ നല്ല വേദിയുണ്ട് സർക്കാരിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം. അങ്ങനെ സർക്കാർ എന്തോ ഒരു അന്യായം ഏകപക്ഷീയമായിട്ട് ചെയ്തതാണെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനുള്ള കാര്യം പറഞ്ഞു. ആ വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വെല്ലുവിളിയുടെ കാര്യമൊന്നുമല്ല, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. അതുകൊണ്ട് മാത്രം സർക്കാർ മുന്നോട്ട് പോയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് കിരൺ റിജിജു പറയുന്നത് കോൺഗ്രസിൽ പ്രതീക്ഷ വെച്ചെന്നാണ് മന്ത്രി MP രാജേഷ് ന്യൂസ് 8 പറഞ്ഞത്. കോൺഗ്രസും BJPയും തമ്മിൽ മാച്ച് ഫിക്സിംഗ് ആണ് നടക്കുന്നത്. കർണാടകയിലും ഗോവയിലും ജയിച്ച MLA-മാരാണ് BJPയിൽ പോയത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് മാത്രമല്ല, വോട്ട് ഷെയർ താഴെ പോകുമെന്നും MP രാജേഷ് വ്യക്തമാക്കി. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അവരുടെ പ്രധാന മത്സരം കോൺഗ്രസുമായിട്ടാണ് എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഇന്ന് കിരൺ റിജിജു ഇവിടെ ഭരണം നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും പറയുന്നു. അതെ, മാച്ച് ഫിക്സിംഗ് ആണത്. കോൺഗ്രസും BJPയും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ്. കിരൺ റിജിജു എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് ഭരണം നേടുന്നത്? എന്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ്? ഗോവയിൽ വൈകുന്നേരം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിന് നേരം പുലർന്നപ്പോഴേക്കും ഭൂരിപക്ഷമില്ല. BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കിയതുപോലെ, മണിപ്പൂരിൽ ചെയ്തതുപോലെ, അരുണാചലിൽ ചെയ്തതുപോലെ, മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ, ഇപ്പൊ ബീഹാറിൽ ആകെ ജയിച്ചത് കോൺഗ്രസിന്റെ 6 പേരാണ്. അവർ പോയി BJP ചേർന്നില്ലേ? ഇതാണ് രാജ്യം മുഴുവനുള്ള ചിത്രം. ആ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് കിരൺ റിജിജു പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോടും പറയുന്നത്. ജയിച്ച കോൺഗ്രസ്സുകാരാണ് എല്ലായിടത്തും കാലുമാറിയത്, തോറ്റവരല്ല കേട്ടോ. ബീഹാറിൽ തോറ്റ ഒരാളും കാലുമാറിയില്ല, ജയിച്ച 6 ആളും പോയി BJP ആയി. 32 ജയിച്ച അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് MLA-മാരിൽ 31 ആളും കാലുമാറി. കർണാടകയിൽ ജയിച്ച കോൺഗ്രസ് MLA-മാരാണ് BJPയിലേക്ക് പോയത്. ഭൂരിപക്ഷം ഉണ്ടായിട്ട് നിങ്ങൾ ഓർക്കണം, ഗവൺമെന്റ് അവർക്കുണ്ടാക്കാൻ കഴിയുമായിരുന്നു കോൺഗ്രസിന്. പക്ഷെ MLA-മാർ കാലുമാറിയപ്പോ അവരുടെ ഭൂരിപക്ഷം BJPക്കായി. ഗോവയിൽ കോൺഗ്രസിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, എന്നിട്ടും വിലക്കെടുക്കാൻ പറ്റി. അവിടെയൊന്നും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലാതായിരുന്നിട്ടും സർക്കാർ രൂപീകരിച്ചു. പക്ഷെ കേരളത്തിൽ അപ്പോൾ അക്കൗണ്ട് തുറക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അവരുടെ പ്രതീക്ഷ അതിൽ മാത്രമാണ്. കോൺഗ്രസിലാണ് പ്രതീക്ഷ. കോൺഗ്രസിൽ പ്രതീക്ഷ വെച്ചാണ് പറയുന്നത്. അക്കൗണ്ട് പൂട്ടിച്ചവരാ ഞങ്ങള്. നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതേ ഞങ്ങളാണ്. ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമോ? പൂട്ടിയ അക്കൗണ്ട് BJPക്ക് തുറക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരുടെ വോട്ട് ഷെയർ താഴെ പോകും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ താഴെ പോയി. ഇനിയും താഴെ പടവലങ്ങ പോലെയാണ് BJPയുടെ.
വികസനത്തിന് ചരിത്രം പറയ്ക്കുന്ന രീതി അമ്പലപ്പുഴയിൽ അടുത്തു കാണുന്ന പ്രവണതയാണെന്ന് ജി സുധാകരന്റെ FB പോസ്റ്റ്. ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആയി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് താൻ ശിലാസ്ഥാപനം നടത്തിയ ഫലകം ഉദ്ഘാടനത്തിന് മുൻപ് എടുത്തുമാറ്റിയെന്നും സുധാകരൻ ആരോപണം ഉന്നയിക്കുന്നു. ഫ്ളാറ്റ് നിർമ്മാണത്തിനായി പണം അനുവദിച്ചത് മന്ത്രിയും അമ്പലപ്പുഴ MLAയുമായിരിക്കെ അന്നത്തെ ഫിഷറീസ് മന്ത്രിയോട് അഭ്യർത്ഥിച്ചത് അനുസരിച്ചാണെന്നും സുധാകരൻ കുറിക്കുന്നു. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് H. സലാമിനായി സജി ചെറിയാൻ വോട്ട് അഭ്യർത്ഥന നടത്തിയതും വിവാദമാവുകയാണ്. കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളിയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകളുടെ വിതരണോദ്ഘാടന പരിപാടിയിലുണ്ടായ സംഭവങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാകുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനാണ് നിർവഹിച്ചത്. സ്ഥലം MLA H. സലാമിന്റെ നേതൃത്വത്തിലാണ് പരിപാടിയുടെ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ ശിലാസ്ഥാപനം നടത്തിയ ഫലകം മാറ്റിയാണ് ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചതെന്നും അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഫലകം കാണാനില്ല എന്നാണ് മറുപടി ലഭിച്ചതെന്നും ഇത് ഗുരുതര വീഴ്ചയാണെന്നും സുധാകരൻ കുറിക്കുന്നു. അമ്പലപ്പുഴയിൽ ഈ പദ്ധതി അനുവദിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കെ തന്റെ അഭ്യർത്ഥന മാനിച്ചാണ്. വികസനത്തിന്റെ ചരിത്രം മറയ്ക്കുന്ന രീതിയാണ് അമ്പലപ്പുഴയിലെ അടുത്ത കാലത്തെ പ്രവണതയെന്ന് സുധാകരൻ തുറന്നടിച്ചു. ഇതിനിടയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ H. സലാം MLAയ്ക്കായി പരിപാടിക്കിടയിൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് സജി ചെറിയാൻ വോട്ടഭ്യർത്ഥന നടത്തിയതും വിവാദമാവുകയാണ്. തോട്ടപ്പള്ളി ഹാർബർ മാത്രമാണോ? ഈ തീരത്തിന്റെ സംരക്ഷണത്തിന് എത്ര കോടിയാ മുടക്കി? ഇറിഗേഷൻ വകുപ്പാണ് ചെയ്യുന്നത്. എത്ര കോടിയാ മുടക്കി? സ്ഥലമൊന്നും പറഞ്ഞില്ല. ഇവിടെ എത്ര കോടി മുടക്കി? 121 കോടി. എന്തുമാത്രം പൈസ അമ്പലപ്പുഴ കൊടുക്കുന്നു? അല്ല, കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷം സലാമിനെയും ഈ പ്രാവശ്യം അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം കൊടുക്കുമെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുത്തതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, ചെയ്യാൻ കഴിയുന്നവന്റെ കൈ കൊഴിയെ കുഴിപ്പിക്കണം. ഇതിനു മുമ്പ് അമ്പലപ്പുഴ പുന്നപ്രയിൽ ജി സുധാകരന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച പുന്നപ്ര സ്കൂളിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണക്കത്തടിച്ചപ്പോൾ അതിൽ സ്കൂളിന്റെ ചിത്രത്തിൽ നിന്നും സുധാകരന്റെ പേര് MLA ഓഫീസ് ഇടപെട്ട് ഫോട്ടോഷോപ്പ് ചെയ്ത് മറച്ചതും ചർച്ചയായിരുന്നു. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്കടക്കം സുധാകരനെ സംസ്ഥാന നേതൃത്വം ക്ഷണിച്ച് അനന്ത ശ്രമങ്ങൾ നടത്തുമ്പോഴും അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു കൂട്ടം സുധാകരനുമേൽ വീണ്ടും പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഡോക്ടർ APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം ന്യൂസ് 18 കേരളത്തിന് മികച്ച അവതാരകനുള്ള പുരസ്കാരമാണ് സീനിയർ ആങ്കർ KP അഭിലാഷ് സ്വന്തമാക്കിയത്. ഫെബ്രുവരി 27-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ പുരസ്കാരം സമ്മാനിക്കും. IB സതീഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചു. റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനകം തീരുമാനം കൈക്കൊണ്ട ശുപാർശകൾക്ക് പുറമെ 32 എണ്ണത്തിൽ തീരുമാനമെടുത്തു. 1947 മുൻപ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന നിബന്ധന അശാസ്ത്രീയമായതിനാൽ ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ജാതീയ സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നും 1947 എന്ന വർഷം ജാതി സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡമായി പരിഗണിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. കശുവണ്ടി വിളവെടുപ്പ് കാലമായിട്ടും തറവില നിശ്ചയിക്കാത്ത സർക്കാർ നടപടിയിൽ കർഷകർ ആശങ്കയിൽ. വിപണിയിൽ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പിന് 100 ഗ്രാമിന് 170 രൂപ വരെ ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോയ്ക്ക് പരമാവധി ലഭിക്കുന്നത് 150 രൂപ മാത്രമാണ്. കശുവണ്ടി സീസൺ ആരംഭിച്ചിട്ടും തറവിലയിൽ തീരുമാനമില്ലാത്തതിനാൽ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കശുവണ്ടി കർഷകർ നിരാശയിലാണ്. ഏതാനും മൊത്തക്കച്ചവടക്കാരാണ് നിലവിൽ കശുവണ്ടി വിപണി നിയന്ത്രിക്കുന്നത്. സർക്കാർ ഇടപെടൽ ഇല്ലാത്തതിനാൽ സീസൺ ആരംഭത്തിൽ തന്നെ മോഹവില ഈടാക്കുന്നത് കർഷകരെ ഏറെ ആശങ്കയിലാഴ്ത്തുന്നു. നിലവിൽ 150 മുതൽ 120 രൂപ വരെയാണ് കിലോവിന് ലഭിക്കുന്നത്. പരിപ്പിന്റെ വില അടിസ്ഥാനമാക്കി കശുവണ്ടിയുടെ തറവില നിശ്ചയിക്കണമെന്ന ആവശ്യം കർഷകർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. 250 രൂപയെങ്കിലും തറവിലയായി നിശ്ചയിക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഈ കാര്യം പലതവണ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവഗണിക്കുകയാണ്. കശുവണ്ടിക്ക് ഇതുവരെയും ഗവൺമെന്റ് തടവല നിശ്ചയിച്ചിട്ടില്ല. 250 രൂപ കുറഞ്ഞ തടവല നിശ്ചയിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളിൽ കൂടെ ഗവൺമെന്റ് സംഭരിക്കണം എന്ന്
നിരവധി തവണ നിവേദനങ്ങളിൽ കൂടെ കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി. അത് ഇതുവരെയും ഗവൺമെന്റ് കേട്ടതായി പോലും ഭവിച്ചിട്ടില്ല. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം കൊണ്ട് കശുവണ്ടിയുടെ ഉൽപാദനം 50% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൂലിച്ചെലവും ഭീമമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൃഷിക്കാരന് പിടിച്ചു നിൽക്കണമെങ്കിൽ 250 രൂപയിലധികം തടവല നിശ്ചയിച്ചുകൊണ്ട് ഗവൺമെന്റ് സംഭരിക്കണം. ഇല്ല എങ്കിൽ കശുവണ്ടി കർഷകർ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. വിപണിയിൽ റോസ്റ്റഡ് മസാല അണ്ടിപ്പരിപ്പുകൾക്ക് 100 ഗ്രാമിന് മാത്രം 155 മുതൽ 170 രൂപ വരെ വില ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോവിന് ലഭിക്കുന്നത് കേവലം 150 രൂപ എന്നത് വലിയ പ്രതിഷേധമുയർത്തുന്നു. 2 തവണ വേനൽ മഴ പെയ്താൽ കശുവണ്ടിക്ക് കറുപ്പടിച്ചെന്ന പേരിൽ വില കുത്തനെ കുറയ്ക്കുന്ന രീതികളും തറവിലില്ലാത്തതിനാൽ കശുവണ്ടി മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളിയാകുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം കാണാൻ കടൽ കടന്നു വരുന്നവർ ഒരു സ്ഥിരം കാഴ്ചയാണ്. കേരളത്തിലെത്തുന്ന വിദേശികൾ തേടിപ്പിടിച്ചെത്തുന്ന ഒരു ചായക്കടയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇനി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് മൂവാറ്റുപുഴ കടാതിപ്പാലത്തിന് സമീപത്താണ് നമ്മുടെ ചായപ്പീടിക. പുരാതനമായ കെട്ടിടത്തിലെ ഒരൊറ്റ മുറിപ്പീടിക. കോട്ടമാലിയിൽ മോഹനന്റെ ചായക്കട. ഇവിടുത്തുകാരുടെ മോഹനൻ ചേട്ടൻ. കോട്ടമാലിയിൽ മോഹനന് 2 തലമുറയായി കൈമാറി കിട്ടിയതാണ് ഈ ചായക്കട. ഭാര്യയുടെ അച്ഛനും അതിനു മുൻപ് മുത്തച്ഛനുമാണ് കട നടത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ 42 വർഷമായി മോഹനൻ ചേട്ടന്റെ കയ്യിൽ ഭദ്രമാണ് ആ പാരമ്പര്യം. കടയിലെത്തുന്നവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന മോഹനൻ ചേട്ടന് ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ വേണം വരുന്നവർ തിരിച്ചു പോകാനെന്ന കാര്യം നിർബന്ധമാണ്. 42 വർഷമായി ഞാനിത് നടത്തുന്നു. രാവിലെ 7 മണിക്ക് മുതൽ രാവിലെ പുട്ട്, അപ്പം, പയറ്, കടലക്കറി, മുട്ടക്കറി, പഴം എന്നും ഉണ്ടാവും. പിന്നെ ഉച്ച കഴിഞ്ഞ് ചെറുകടികൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വിദേശികൾ വരുന്നുണ്ട്, സായിപ്പന്മാർ. അവർ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിങ്ങനെ പരിചയപ്പെട്ട് അവർ ഇവിടെ അടുത്തൊരു റിസോർട്ട് പണിതു. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് അവർ രാവിലെ വിളിച്ചു പറയും ഇത്ര പേര് വരുമെന്ന്. അവർക്കുള്ള പലഹാരങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. പരിപ്പുവട, ബോളി, പപ്പടവട, കപ്പ വറുത്തത്, പഴവർഗ്ഗങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അടുക്കളയിലെ പരിഷ്കാരങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. പാചകങ്ങൾ ഗ്യാസിലേക്ക് മാറിയപ്പോഴും വിറകടുപ്പിലാണ് ഇപ്പോഴും പാചകം. അതുതന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റും. രാവിലെ പുട്ട്, അപ്പം, ചെറുപയർ, കടല, മുട്ടക്കറി എന്നിങ്ങനെ നാടൻ വിഭവങ്ങൾ. വൈകിട്ട് നല്ല മൊരിഞ്ഞ കടിയുടെ സമയമാണ്. പപ്പടവട, പരിപ്പുവട, പഴംപൊരി, നാടൻ ചെറുപഴങ്ങൾ, കപ്പ വറുത്തതെന്നിങ്ങനെ നീളും വിഭവങ്ങൾ. മാത്രമല്ല, രുചി വൈവിധ്യമുള്ള ഈ ചായക്കടയിലെത്തുന്ന അതിഥികൾ ചായയും ചെറുപലഹാരങ്ങളും കഴിക്കാൻ കടൽ കടന്നും ഇവിടെ എത്തുന്നുണ്ട്. കടാതിയിൽ ധാരാളം റിസോർട്ടുകളുണ്ട്. ഇവിടെ താമസിക്കാനെത്തുന്ന വിദേശികളാണ് ഇവിടെ എത്തുന്നത്. ഇതോടെ മോഹനൻ ചേട്ടന്റെ രുചിപ്പെരുമയും കടൽ കടന്നു. പരിപ്പുവടയും പപ്പടവടയും പഴംപോളിയും ചെറുപഴങ്ങളുമാണ് വിദേശാതിഥികൾക്ക് ഏറെ ഇഷ്ടം. Banana fritters, which are very good. Yeah, very good. I haven't heard this before. കടയിൽ മോഹനൻ ചേട്ടന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ വത്സലയും ഒപ്പമുണ്ട്. ആധുനികതയുടെ പകിട്ടുകളില്ല, വലിയ ഫ്ലെക്സ് ബോർഡുകളില്ല. അപ്പോഴും കൊച്ചു ചായക്കട തേടി ഇപ്പോൾ വിദേശികളും എത്തുന്നു.
മറ്റു വാർത്തയിലേക്ക് 8 നിലകളുള്ള ഒരു ഭൂഗർഭ നഗരം തുർക്കിയിലാണ് ഡെറിൻ കുയു എന്ന വിസ്മയ കാഴ്ച. BC 7-ാം നൂറ്റാണ്ടിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ തദ്ദേശം നിർമ്മിച്ച ഈ തുരങ്ക നഗരം പിന്നീട് ഉപേക്ഷിക്കപ്പെടുകയും 1960കളുടെ തുടക്കത്തിൽ വീണ്ടും കണ്ടെത്തുകയുമായിരുന്നു. ഭൂഗർഭ നഗരങ്ങളെക്കുറിച്ചുള്ള നിരവധി ചരിത്ര വസ്തുതകളും കേട്ടുകേൾവികളും നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും 8 നിലകളിലായി 20,000-ലധികം ആളുകൾ കഴിഞ്ഞിരുന്ന ഭൂമിക്കടിയിലെ അത്ഭുത നഗരം ഡെറിൻ കുയു മനുഷ്യസാധ്യമാണോ എന്ന് പോലും ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് ഈ വിസ്മയ ലോകത്തിന്റെ നിർമ്മിതി. 1963-ൽ തുർക്കി കപ്പഡോഷ്യൻ പ്രവിശ്യയിലെ ഒരു താമസക്കാരൻ തൻ്റെ വീട് പുതുക്കി പണിയുന്നതിനിടെ പരിസരത്ത് അസ്വാഭാവികമായി ഒരു തുരപ്പ് കണ്ടെത്തി. അലക്ഷ്യമായി വിട്ടുകളയാമായിരുന്നെങ്കിലും ചെറിയൊരു ആകാംക്ഷ തോന്നിയ അയാൾ തുരപ്പിന്റെ ആദ്യ ഭാഗം കണ്ട സ്ഥലം വൃത്തിയാക്കി. മൺമറഞ്ഞ ഒരു അത്ഭുത സൃഷ്ടിയുടെ പുനരുജ്ജീവനം അവിടെ തുടങ്ങുകയായിരുന്നു. കണ്ടെത്തിയത് തുരങ്കമെന്ന് മനസ്സിലാക്കിയ അയാൾ കൂടുതൽ കുഴിച്ചപ്പോൾ അതൊരു തുരങ്ക ശൃംഖലയായി തെളിഞ്ഞു വന്നു. BC 7-8 നൂറ്റാണ്ടുകൾക്കിടയിൽ ഫ്രിജിയക്കാർ കപ്പഡോഷ്യ മേഖലയിലെ മൃദുവായ അഗ്നിപർവ്വത പാറകളിൽ ഗുഹകൾ ആദ്യം നിർമ്മിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. സ്കൂളുകൾ, ചാപ്പലുകൾ, ഓയിൽ പ്രസ്സുകൾ, കന്നുകാലി തൊഴുത്തുകൾ, വൈൻ നിർമ്മാണ കേന്ദ്രങ്ങൾ, നിലവറകൾ, സംഭരണ മുറികൾ, നിരവധി കുടുംബങ്ങൾക്ക് കഴിയാവുന്ന നിർമ്മിതികൾ, പൊതു അടുക്കളകൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ഡെറിൻ കുയുവിൽ ഉണ്ടായിരുന്നു. 2-ാം നിലയിൽ ബാരൽ വാൾട്ട് സീലിംഗുള്ള വിശാലമായ മുറി പൊതു ആരാധനാ കേന്ദ്രമായിരുന്നു. അറബ് ബൈസന്റൈൻ യുദ്ധങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായാണ് ഡെറിൻ കുയു നഗരം നിർമ്മിച്ചത്. ഏതാണ്ട് 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കങ്ങളിലൂടെ മറ്റൊരു ഭൂഗർഭ നഗരമായ കെയ്ൻ മാക്ലിയുമായി ബന്ധിപ്പിച്ചിരുന്നു. ഡെറിൻ കുയുവിലെ ഭൂഗർഭ നഗരം വലിയ ഉരുളൻ കല്ല് വാതിലുകൾ ഉപയോഗിച്ച് അകത്തുനിന്ന് അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ളവയാണ്. ശത്രു കുടുങ്ങിയാൽ കുന്തങ്ങൾ പ്രയോഗിച്ച് വകവരുത്തും. അതുകൊണ്ട് തന്നെ തുരങ്കങ്ങളിലെ യുദ്ധങ്ങൾക്ക് ശത്രുക്കൾ അധികം മുതിർന്നിരുന്നില്ല. ഓരോ നിലയും വെവ്വേറെ അടയ്ക്കാമായിരുന്ന തരത്തിലായിരുന്നു നിർമ്മിതി. എല്ലാ നിലകളെയും ബന്ധിച്ച് ആഴത്തിൽ വായുസഞ്ചാര ടണലുകൾ ഉണ്ടായിരുന്നു. 180 അടിയിലേറെ നീളമുള്ള ടണലിലൂടെ ജലവും കടത്തിവിട്ടു. മുകളിലുള്ള ഗ്രാമവാസികൾക്കും പുറംലോകം ലഭ്യമല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നവർക്കും വെള്ളം എത്തിച്ചു കൊടുത്തത് ഈ മാർഗം വഴിയായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ തിമൂറിന്റെ മംഗോളിയൻ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ക്രിസ്ത്യൻ തദ്ദേശീയർ ഈ നഗരങ്ങൾ തുടർന്നും ഉപയോഗിച്ചു. ഈ പ്രദേശം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായതിനു ശേഷം തദ്ദേശീയർ രക്ഷ തേടി ഇത്തരത്തിലുള്ള പല തുരങ്കങ്ങളിലും അഭയാർത്ഥികളായി. 20-ാം നൂറ്റാണ്ടിൽ കപ്പഡോഷ്യൻ ഗ്രീക്കുകാരും അർമേനിയക്കാരും ഇടയ്ക്കിടെയുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ നഗരങ്ങൾ ഉപയോഗിച്ചിരുന്നു. 1923-ൽ ഗ്രീസും തുർക്കിയും തമ്മിൽ ജനസംഖ്യാ കൈമാറ്റ കരാർ ഒപ്പുവെച്ചതോടെ ക്രിസ്ത്യൻ നിവാസികളെ തുർക്കിയിൽ നിന്ന് പുറത്താക്കി ഗ്രീസിലേക്ക് എത്തിച്ചു. അതോടെ തുരങ്കങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. മൂവാറ്റുപുഴയിൽ SMS വഴി യുവാവ് ഭാര്യയെ മുത്തലാഖ് ചൊല്ലി. സംഭവത്തിൽ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി സുഹൈലിനെതിരെ പോലീസ് കേസെടുത്തു. ഭാര്യയുടെ പരാതിയിലാണ് മൂവാറ്റുപുഴ പോലീസിന്റെ നടപടി. സ്ത്രീധനം ആവശ്യപ്പെട്ട ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പരാതിയിൽ പറയുന്നു. മൂവാറ്റുപുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് സുഹൈലിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. മുത്തലാഖിന് പുറമെ സ്ത്രീധന പീഡന ആരോപണവും പരാതിയിലുണ്ട്. ദമ്പതികൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് യുവതിയെ തനിച്ചാക്കി സുഹൈൽ കടന്നു കളഞ്ഞതായും തുടർന്ന് ഫോണിൽ SMS അയച്ച് മുത്തലാഖ് ചൊല്ലിയതായും യുവതി ആരോപിക്കുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ട് സുഹൈൽ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നുണ്ട്. ഭർത്താവായ സുഹൈലിനെതിരെ ഒട്ടേറെ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. സ്ത്രീധനം ആവശ്യപ്പെട്ട ദിവസവും വീട്ടിൽ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അടുത്തിടെ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് യുവതിയെ തനിച്ചാക്കി ഇയാൾ കടന്നു കളഞ്ഞു. പിന്നാലെയാണ് SMS വഴി മുത്തലാഖ് ചൊല്ലിയതായി അറിയിച്ചത്. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ടിലെ 3-4 വകുപ്പുകളും ഭാരതീയ ന്യായ സംഹിതയിലെ 85 വകുപ്പും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിയുടെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടെ പരാതിക്കാരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഫോണിലെ സന്ദേശമടക്കം പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കൊച്ചി മറൈൻ ഡ്രൈവിൽ കുഞ്ഞിന്റെ മൃതദേഹം കായലിൽ കണ്ടെത്തി. മറൈൻ ഡ്രൈവിലെത്തിയ 2 പെൺകുട്ടികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഒരു പെൺകുഞ്ഞാണ് മരിച്ചതെന്ന് വ്യക്തമായി. കുഞ്ഞിനെ ആരെങ്കിലും കൊലപ്പെടുത്തി ഉപേക്ഷിച്ചതാകാമെന്നാണ് നിഗമനം. സമീപത്തെ ഫ്ളാറ്റുകളും പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്.
വൈകുന്നേരത്തോടെയാണ് മറൈൻ ഡ്രൈവിന് സമീപമുള്ള കായലിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വൈകിട്ട് 4 മണിയോടെ വാക്വേയിൽ നടക്കാനെത്തിയ 2 പെൺകുട്ടികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കാണുകയായിരുന്നു. തുടർന്ന് സമീപത്തുണ്ടായിരുന്നവരെയും പോലീസിനെയും വിവരമറിയിച്ചു. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് കരുതുന്നു. പൂർണ്ണ വളർച്ചയെത്താത്ത പെൺകുഞ്ഞിൻ്റേതാണ് മൃതദേഹം. കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ മറൈൻ ഡ്രൈവിന് സമീപത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് എറണാകുളം സെൻട്രൽ ACP പറഞ്ഞു. സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്, മാത്രമേ ഉള്ളൂ. ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണം. പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മരണകാരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു. ഏകദേശം എത്ര ദിവസം പഴക്കമുള്ളത് ഏകദേശം ഒരു ഇതിൽ മനസ്സിലാവും. നമുക്ക് അസസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് വെള്ളം സോർട്ടീവ് ഇതാണ്, വെള്ളമാണ്. ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് നമുക്ക് നോർമൽ ഡീകമ്പോസിഷൻ ഇത് പറയാൻ കഴിയില്ല. ഇങ്ങോട്ടേക്ക് സാറേ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കാനാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ബുധനാഴ്ച നടക്കും. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് ബേഡകം ശങ്കരമ്പാടിയിൽ മകൻ ആത്മഹത്യ ചെയ്തതിൽ മനം നൊന്ത് പിതാവ് കിണറ്റിൽ ചാടി ജീവനൊടുക്കി. ശങ്കരമ്പാടി സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. മകൻ മണികണ്ഠനെ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം ബാലകൃഷ്ണൻ മാനസിക വിഷമത്തിലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. മകൻ തൂങ്ങി മരിച്ചതിന്റെ മനോവിഷമത്തിലാണെന്ന് പറയുന്നു. പിതാവ് കിണറ്റിൽ ചാടി ജീവനൊടുക്കി. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശങ്കരമ്പാടി കോരമ്പാറയിലെ ബാലകൃഷ്ണൻ നായരാണ് ജീവനൊടുക്കിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. ബേഡകം പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. ജനുവരി 31 ബാലകൃഷ്ണൻ നായരുടെ മകൻ മണികണ്ഠനെ അടൂർ പാണ്ഡ്യവരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം ബാലകൃഷ്ണൻ നായർ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് പറയുന്നു. ഇതേ തുടർന്നാണ് കിണറ്റിൽ ചാടി മരിച്ചതെന്ന് സംശയിക്കുന്നു. ബേഡകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സാവിത്രിയാണ് ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ. ന്യൂസ് 18 കാസർഗോഡ്. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ഗിരീഷിന്റെയും സജീനയുടെയും മകൻ അല്ലൂസിന്റെ ജന്മദിനമാണ് ഇന്ന്. അല്ലൂസിന് എല്ലാ ആശംസകളും നേരുന്നു. കൊല്ലം കടക്കൽ സ്വദേശികളായ ശ്രീഹരി അശ്വിനി ദമ്പതികളുടെ മകൻ ഹൃദ്വിക് ശ്രീഹരിയുടെ 1ാം പിറന്നാളാണ് ഇന്ന് ഉള്ളത്. ഹൃദ്വിക്കിന് എല്ലാ ആശംസകളും. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.